പോസിറ്റീവ് സെൽഫ് ടോക്ക്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് അഫർമേഷൻ. മാറ്റം വരുന്നതുവരെ ഇത് പറയുക. 7/21/90 days. എന്റെ ജന്മം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണ്. ഞാൻ ജനിച്ച ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. എന്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്റെ സഹോദരങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്റെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം അനുഗ്രഹീതരാണ്. എന്റെ ജന്മം എനിക്കും മറ്റെല്ലാവർക്കും ഒരു ഭാഗ്യജന്മമാണ്. എന്നെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം തന്നെ ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ പേര് തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും നല്ലതുമായ പേരാണ്. ഞാൻ എന്നെ തന്നെയും എന്റെ പേരിനെയും അധികം ഇഷ്ടപ്പെടുന്നു. എന്റെ പേര് എന്നെ ഉത്കർഷത്തിലേക്ക് നയിക്കുന്ന പേരാണ്. ഞാൻ ഏറ്റവുമധികം ദൈവാനുഗ്രഹമുള്ളവനാണ്. എന്റെ ജീവിതം അർത്ഥപൂർണമായ ജീവിതമാണ്. എന്റെ ജീവിതം എന്നെ മുകളിലേക്ക് ഉയർത്തുന്നതല്ലാതെ ഒരിക്കലും താഴേക്ക് കൊണ്ടുവരുന്നില്ല. വലിയ ജ്ഞാനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഏത് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചാലും അതെല്ലാം എന്നെ പുരോഗതിയിൽ കൊണ്ടെത്തിക്കുന്നു. ഞാൻ ഒരു നല്ല ഭരണാധികാരിയാണ്. എന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ ഭരിക്കണം എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. ഞാൻ വീരനും ശൂരനുമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അസാധാരണമായ ബുദ്ധിശക്തിയുള്ള ഒരാളാണ് ഞാൻ. ദൈവാനുഗ്രഹവും ഏറ്റവും കൂടുതലുള്ള വ്യക്തിയാണ് ഞാൻ. ഏതു കാര്യത്തിലും എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വിജയം തന്നെയാണ്. ഞാൻ ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ എന്റെ ബുദ്ധിശക്തി അതിനെ തടുത്തു നിർത്തി പരിഹരിച്ച ശേഷം മുന്നോട്ടു പോകും. ദൈവാധീനം എന്റെ തുണയ്ക്കായി എത്തും. ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെയാണ്. ഏതു കാര്യത്തിലും ഞാൻ പിടിച്ച പിടിയാലെ ഉത്സാഹ തിമിർപ്പോടെ പ്രവർത്തിച്ച് വിജയം കരസ്ഥമാക്കും. ഞാൻ എല്ലായ്പ്പോഴും മനോധൈര്യമുള്ള ഒരാളാണ്. പെട്ടെന്ന് ഞാൻ മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളിലും നേതൃത്വ ഗുണങ്ങളുണ്ട്. എന്റെ വാക്കുകളിലെ ആശയ ഗാംഭീര്യം എന്നെ പ്രസിദ്ധനാക്കി തീർക്കുന്നു. എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചുടുചുറുപ്പുള്ളവനാണ് ഞാൻ. ഞാൻ മാനസികമായി പക്വതയുള്ളവനും സന്തോഷമുള്ളവനുമാണ്. പണം ബാങ്കിൽ നിക്ഷേപിച്ച് സുഖമായി ജീവിക്കുന്ന ശീലമാണ് എനിക്കുള്ളത്. കൊച്ചു കൊച്ചു തുകകൾ സ്വരൂപിച്ച് വലുതാക്കി മാറ്റുന്ന ഒരു നല്ല ശീലം എനിക്കുണ്ട്. എന്റെ വിഭവങ്ങൾ ഒന്നും തന്നെ പാഴാക്കി കളയാതെ സൂക്ഷിച്ചു വിനിയോഗിക്കുന്നു. എന്റെ ആരോഗ്യം വളരെ ക്ഷേമവും സുഖകരവും ആയി പോകുന്നതിനാൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഞാൻ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധി കണ്ടെത്തുന്നു. ഞാൻ സ്ഥിരമാനസനും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനുമാണ്. വളരെ ശ്രദ്ധയും ഏകാഗ്രതയും ഉള്ള ഒരാളാണ് ഞാൻ. വളരെ പെട്ടെന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശരിയായിരിക്കും. എനിക്ക് തെറ്റുപറ്റുകയില്ല. എല്ലാവരോടും ഞാൻ അടുത്ത് ഇടപെടുന്നവനാണ്. മറ്റുള്ളവരുടെ ഉള്ളുവിളികൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ വളരെ നല്ല കാര്യശേഷിയുള്ള ഒരാളാണ്. വലിയ ആത്മവിശ്വാസമുള്ള ഞാൻ ഉന്നത ലക്ഷ്യത്തിൽ കണ്ണുവെച്ച് അത് നേടിയെടുക്കും. വലിയ പദവിയും കീർത്തിയും എന്നെ തേടിയെത്തും. സ്വയം ഞാൻ എന്നെ വലിയ ഉയർച്ചയിലേക്ക് വലിച്ചുയർത്തി കൊണ്ടുപോകും. വിജയത്തിന്റെ സന്തോഷമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്റെ മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങൾ പന്തം കണ്ട പെരുച്ചാഴിയെ പോലെ അകന്നു മാറും. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഞാൻ ഒരു നല്ല ബലമുള്ള ആളാണ്. ഞാൻ എപ്പോഴും മൃദുവും ആകർഷകവുമായ സ്വഭാവമുള്ളവനാണ്. ഞാനൊരിക്കലും കഠിനമായി സംസാരിക്കില്ല. മിതവും ലഘുവും സാരവുമായി സംസാരിക്കുന്നവനാണ് ഞാൻ. ഞാൻ വളരെ കാര്യശേഷിയുള്ള ഒരാളാണ്. ഏതു കാര്യത്തിലും എനിക്ക് ക്ഷമാശീലവും സഹിഷ്ണുതയുമുണ്ട്. ഒരു കാര്യത്തിലും ഞാൻ എടുത്തുചാടുകയില്ല. അമിതാവേശം കാട്ടുകയുമില്ല. ആത്മീയ കാര്യത്തിൽ വളരെ ആഭിമുഖ്യമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ നേരത്തെ നിശ്ചയിച്ച പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. എല്ലാ കാര്യത്തിനും ഞാൻ നേർവഴിയെ മാത്രമേ പോവുകയുള്ളൂ. ഒരു ഊർജവും ഞാൻ പാഴാക്കിക്കളയുകയില്ല. അനാവശ്യമായ പ്രതിവാദങ്ങൾക്കൊന്നും പോകില്ല. എല്ലാ കാര്യത്തിലും നീതിപൂർവം ചിന്തിച്ച് സമാധാനപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെ മറ്റുള്ളവർ പുറത്തു കാണുന്നതിനേക്കാൾ ഞാൻ വളരെ ഉന്മേഷമുള്ളവനാണ്. എന്റെ മനസ്സിലുള്ളത് എപ്പോഴും നല്ല പദ്ധതികളും നല്ല ആശയങ്ങളും മാത്രമായിരിക്കും. ഞാൻ കലകളെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരു സർവകലാവല്ലഭനാണ്. കീർത്തിയും ധനവും എനിക്ക് സ്വതവേ വന്നുചേരും. ഞാൻ മറ്റുള്ളവരെ ദയാപൂർവം സഹായിക്കുന്നവനാണ്. ഞാൻ വളരെ വിനയമുള്ളവനാണ്. ഞാൻ ഒന്നിനൊന്ന് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ജനപ്രീതി നേടുന്നവനായി തീരുന്നതാണ്. എന്നെ ആരും കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല. സ്വയം ഉയരുവാനുള്ള പ്രചോദനം ഉള്ളിലുണ്ടായിരിക്കും. പലപ്പോഴും വളരെ ഉത്സാഹത്തോടും ചുറുചുറുക്കോടും കൂടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ടു പോകുവാൻ തക്കവിധം പ്രവർത്തിക്കും. ഞാൻ ലോകത്തിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരാളായി തീരും. എനിക്ക് ആത്മവിശ്വാസം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും പിന്മാറുകയില്ല. എന്റെ സമയങ്ങളും വിഭവങ്ങളും പാഴാകാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്യരെ മനസ്സിലാക്കുന്നതിൽ അസാമാന്യമായ കഴിവുള്ള ഒരാളാണ് ഞാൻ. നിരന്തരം പരിശ്രമം കൊണ്ട് ഏതു കാര്യത്തിലും എനിക്ക് വിജയം സിദ്ധിക്കുന്നതാണ്. ഞാൻ വളരെ ശക്തിയും പൗരുഷവും ഉള്ളവനാണ്. ഞാൻ വളരെ ശരീരപുഷ്ടിയും മാനസിക പുഷ്ടിയും ആത്മീക പുഷ്ടിയും മനോധൈര്യവും ഉള്ളവനാണ്. ഞാൻ എന്തിലും ഏതിലും തിടുക്കത്തിൽ ചുറുചുറുക്കോട് പ്രവർത്തിച്ച് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കി തീർക്കും. ഞാൻ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ജീവിത പുരോഗതിയിൽ അത്യാകാംക്ഷയുള്ളതുകൊണ്ട് ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് വേഗത്തിൽ ജീവിത വിജയം കൈവരിക്കും. ആവശ്യങ്ങൾക്കുവേണ്ടി അന്യരുടെ മുൻപിൽ തല കുനിയിക്കുന്ന വ്യക്തിയല്ല. ദൈവം എനിക്ക് തന്നിട്ടുള്ള ഉഗ്രമായ ബുദ്ധിശക്തി കൊണ്ട് എന്റെ ആവശ്യങ്ങളുടെ മേൽ ഞാൻ വിജയം കൈവരിക്കും. ഞാൻ എല്ലായ്പ്പോഴും ചാർജ് ചെയ്തു വെച്ച ബാറ്ററി പോലെ പ്രസരിപ്പോടെ പ്രവർത്തിക്കും.
എനിക്ക് മാർഗ തടസ്സമായി ആരും നിൽക്കില്ല. അത്രയ്ക്ക് വേഗത്തിലും ഒഴുക്കിലുമായിരിക്കും എന്റെ പ്രവർത്തനങ്ങൾ. ഞാൻ എല്ലായ്പ്പോഴും ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏതു തുറയിലും വിജയം തന്നെയാണ് എനിക്ക് അനുഭവമുണ്ടാവുക. വിജയിക്കാനായി എനിക്ക് അധിക ശക്തി ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല. വളരെ ചെറിയ ഒരു ഊർജം ചെലവഴിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ എനിക്ക് കഴിയുന്നു. ഏതു കാര്യം തുടങ്ങിയാലും അതിന്റെ അവസാനത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. ഞാൻ വളരെ ഭരണ സാമർഥ്യവും നയചാതുര്യവും ഉള്ള ഒരാളാണ്. അസാധാരണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പുതുതായി കണ്ടുപിടിച്ച് വിജയപ്രദമാക്കും. ഞാൻ ഏത് മോശമായ പരിസ്ഥിതിയെയും പരിശ്രമിച്ച് നല്ലതാക്കി തീർക്കും. എനിക്ക് ക്ഷമയും സഹനശക്തിയും വളരെയുണ്ട്. എന്തെങ്കിലും അസുഖം എനിക്ക് വന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ സുഖം പ്രാപിക്കുന്നു. ഏതു കാര്യവും മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് ചെയ്യും. ഞാൻ വളരെ കടന്നു ചിന്തിക്കുന്ന ഒരു ദീർഘദർശിയാണ്. എന്റെ ദീർഘവീക്ഷണങ്ങൾ എല്ലാം ശരിയായിരിക്കും. വളരെ ചാതുര്യമായി സംസാരിച്ചു ആരുടെയും അടുക്കൽ നിന്നും കാര്യം സാധിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ ഏതു കാര്യം തുടങ്ങിയാലും വലിയ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കും. ഞാൻ വിചാരിച്ചത് പോലെ തന്നെ ചെയ്തു തീർക്കുകയും ചെയ്യും. എന്റെ ഹൃദ്യമായ പെരുമാറ്റത്താൽ ധനവാന്മാർ പണമിറക്കി സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. എന്റെ സൗഹൃദപരമായ പെരുമാറ്റം എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ മറ്റുള്ളവരുടെ കഴിവുകളെ ഉപയോഗിച്ചു കൂടി മുന്നേറുന്നവനാണ്. എന്നെ ശരിയായി തൂക്കി നോക്കി വിവേചിക്കാൻ ആർക്കും പറ്റില്ല. എന്നാൽ ഞാൻ മറ്റുള്ളവരെ വളരെ നിഷ്പ്രയാസം വിവേചിച്ച് മനസ്സിലാക്കും. എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൂരമ്പുകൾ പോലെ നിശിതങ്ങളാണ്. അത് കല്ലിൽ കൊത്തിയ അക്ഷരങ്ങൾ പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിയും. എന്നോട് വലിയ ദോഷം ചെയ്തവർക്ക് പോലും ഞാൻ മാപ്പ് കൊടുക്കുന്നവനാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ നന്മ പെരുകിയിരിക്കും. വളരെ ദയാലുമാണ്. ഏതിലും ധൈര്യത്തോടെ ഏർപ്പെട്ട് വിജയം കൈവരിക്കും. ജീവിതത്തിൽ നേരിടേണ്ടിവരുന്ന പ്രതിബന്ധങ്ങളെ ഒട്ടും വകവയ്ക്കില്ല. അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റും. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ആശ്രാന്ത പരിശ്രമിയാണ്. നീതി, സത്യം, അച്ചടക്കം, സ്നേഹം ഇവ എല്ലാം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ വെച്ചടി മുന്നേറും. ഞാൻ ദൈവഭക്തിയോടുകൂടി ജീവിക്കും. എല്ലാ മനുഷ്യരോടും ബഹുമാനത്തോടെ സംസാരിക്കും. എനിക്ക് രോഗങ്ങൾ വന്നാൽ നിഷ്പ്രയാസം അതിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. രോഗങ്ങൾ മേൽ വരാതെ തടയുകയും ചെയ്യും. എന്റെ ജീവിതത്തിൽ അടിക്കടി നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഠിനാധ്വാനവും പിടിവാശിയും ഉള്ളവനാണ് ഞാൻ. മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്തു തീർക്കും. തമാശ പറയുവാനും ആസ്വദിക്കാനുള്ള നല്ല കഴിവ് എനിക്കുണ്ട്. എന്റെ ഓർമ്മയും ബുദ്ധിയും അറിവും കഴിവും വികസിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാണ്. ഉറച്ച മനസ്സ് എനിക്കുണ്ട്. അന്യർക്ക് സദ്പദേശം കൊടുക്കും. എന്റെ തീരുമാനങ്ങൾ എപ്പോഴും ഉറപ്പുള്ളതായിരിക്കും. ആർക്കും എന്നെ ഇളക്കുവാൻ പറ്റില്ല. ഞാൻ ലക്ഷ്യം നിർവഹിക്കാൻ പിടിവാശിയുള്ളവനാണ്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. ഞാൻ വിജയത്തിലേക്ക് നീങ്ങി വിജയം കൊയ്തുകൊണ്ടിരിക്കും. ആരെയും അത്ഭുതപ്പെടുത്തുമാറ് ഞാൻ ജീവിതത്തോട് പോരാടി പുരോഗതിയിലേക്കും വിജയത്തിലേക്കും കുതിച്ചുകൊണ്ടിരിക്കും. ഏത് വലിയ ലക്ഷ്യവും നിഷ്പ്രയാസവും നിസ്സാരവുമായി പൂർത്തിയാക്കും. എന്റെ മനസ്സുകൊണ്ട് എല്ലാവിധ സുഖങ്ങളെയും സങ്കല്പ ലോകത്തിൽ അനുഭവിച്ച് സന്തോഷിക്കും. ഞാൻ എല്ലാവരുമായി സൗമ്യമായി പെരുമാറുന്നവനാണ്. ഞാൻ നന്മയുള്ളവനും നല്ലവനുമാണ്. എല്ലാവരോടും യോജിച്ചു പോകുന്നതിനാൽ എനിക്ക് നല്ല പേരും പ്രശസ്തിയുമുണ്ട്. ഏതു കാര്യവും ഗാഢമായി ആലോചിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ. അതിനാൽ ആ കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റാറില്ല. ആഡംബരം എനിക്ക് ഇഷ്ടമല്ല. അമിത പ്രശംസയും ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിൽ പെട്ടെന്ന് പല ആലോചനകളും ശരിയായ തീരുമാനങ്ങളും ഉണ്ടാകും. ഏതു കുഴഞ്ഞ പ്രശ്നങ്ങൾക്കും വളരെ എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തും. എന്റെ ഈ ഗുണം എല്ലാവരെയും എന്നിലേക്ക് ആകർഷിപ്പിക്കും. സ്വയം മുന്നോട്ടുവന്ന് പലരും എന്നെ സഹായിക്കും. അത്രയ്ക്ക് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജ്ഞാനമാർഗത്തിൽ ഞാൻ മാർഗദർശിയാണ്. എപ്പോഴും എന്റെ മനസ്സിൽ മഹാരഹസ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്റെ മാനസികാവസ്ഥ വളരെ നിഗൂഢതകൾ നിറഞ്ഞതായിരിക്കും. അതാണ് എന്റെ ശക്തിയുടെ രഹസ്യം. എന്ത് ആപത്ത് വന്നാലും ഞാൻ അടിപതറുകയില്ല. ശാന്തതയോടുകൂടി ഇരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. എന്നിൽ നിന്നും എപ്പോഴും ഉത്സാഹം കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. എന്റെ ഉത്സാഹം കാണുന്നവരെ കൂടി ഉത്സാഹപ്പെടുത്തും. എന്നെപ്പോലെ സന്തോഷവും സംതൃപ്തിയും ഉള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. സ്നേഹം, കരുണ, താഴ്മ തുടങ്ങിയ വികാരങ്ങൾ എന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സ്നേഹിതരുടെ ഹൃദയങ്ങളെ ഞാൻ കൂടുതൽ ആകർഷിക്കുന്നവനാണ്. ഞാൻ അന്യരുടെ ദുഃഖത്തിൽ അതിയായി വേദനിക്കും. എന്തും സ്വതന്ത്രമായ ഇച്ഛാനുസരണം പ്രവർത്തിക്കും. ഞാൻ എന്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് നല്ല ഉയർന്ന നിലയിലെത്തും. ഞാൻ എന്റെ പ്രയത്നത്താൽ വിജയം സിദ്ധിക്കും. സമാധാനപരവും ശാന്തവും സൗഹൃദപരവുമായ ഒരു ജീവിതം എനിക്കുണ്ടാകും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും എനിക്ക് പരിഭ്രമമുണ്ടാവുകയില്ല. എന്റെ ജീവിതത്തിൽ ഒരുവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമാണ് എന്റേത്. ഏത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അസാമാന്യമായ സാമർഥ്യവും ധൈര്യവും എനിക്കുണ്ട്. ഞാൻ വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കണ്ട് അതിനെ തകർക്കത്തക്ക വിധം ജാഗ്രതയുള്ളവനായിരിക്കും. ഞാൻ പ്രതിബന്ധങ്ങളെ തകർത്തു മുന്നേറുകയും ചെയ്യും. എനിക്ക് ഉന്നതമായ പദവികൾ ലഭിക്കും. പരിതസ്ഥിതികൾ എല്ലാം എപ്പോഴും എനിക്ക് അനുകൂലമായിരിക്കും. എന്റെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കും. എനിക്ക് പലവിധത്തിലുള്ള നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാകും. ഞാൻ ഏതു കാര്യത്തിൽ ഇടപെട്ടാലും വിജയം തന്നെയായിരിക്കും ഫലം. എന്റെ ജീവിതം സുഖസമൃദ്ധമായിരിക്കും.
ഓരോ കാര്യത്തിലും ഞാൻ വളരെ ജാഗ്രതയോടു കൂടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. വിശ്വസിക്കുന്ന ആളെ വിട്ടുപിരിയുകയില്ല. ഞാൻ വിശ്വസിക്കുന്ന ആളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ജീവത്യാഗം പോലും ചെയ്യാൻ തയ്യാറുള്ളവനാണ്. നല്ല ഊർജ്ജസ്വലതയുള്ള എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ധൈര്യശാലിയായ എനിക്ക് കാര്യങ്ങൾ വളരെ വേഗം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ദൈവാംശം കൂടുതലുള്ളവനാണ്. എന്റെ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. അഭ്യസിക്കുന്ന എല്ലാ വിദ്യകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഒരു നല്ല വരുമാനം ഉണ്ടാക്കുവാൻ എനിക്ക് സാധിക്കും. കുടുംബജീവിതം ഭദ്രമാക്കി കൊണ്ടുപോകുവാൻ അനായാസം എനിക്ക് കഴിയും. എനിക്ക് ഒരിക്കലും സാമ്പത്തിക ക്ലേശം വരുന്നില്ല. ബന്ധങ്ങളെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന കാര്യത്തിൽ ഞാൻ വൈദഗ്ധ്യം നേടിയ ഒരാളാണ്. ഞാൻ മാനസിക നിയന്ത്രണമുള്ള ഒരാളാണ്. നല്ല മനഃശക്തി എനിക്കുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരുടെയും സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ എനിക്ക് കഴിയും. കഠിനാധ്വാനത്തിലൂടെ ഞാൻ എല്ലാം നേടിയെടുക്കും. ആവശ്യമായ ലക്ഷ്യങ്ങൾ ഞാൻ സ്വയം തെരഞ്ഞെടുക്കുകയും ചുറുചുറുക്കോട് അത് ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. എന്റെ നിത്യജീവിതത്തിൽ എനിക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നല്ല പേരുണ്ടാക്കാൻ എനിക്ക് കഴിയുന്നു. എനിക്ക് നല്ല ക്ഷമാശീലം ഉള്ളതിനാൽ ആരോടും ഞാൻ തട്ടിക്കയറി സംസാരിക്കുകയില്ല. വെറുതെ വീൺപിടിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാ കാര്യങ്ങളും സാമർത്ഥ്യത്തോടെ സംസാരിച്ചു വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. വശ്യവചസ്സുകളാൽ അല്ലെങ്കിൽ വശീകരണ വാക്കുകളാൽ ഞാൻ എല്ലാവരെയും ആകർഷിക്കും. എന്റെ വാക്കുകൾക്ക് മാസ്മരിക ശക്തിയുണ്ട്. അസാധാരണമായ ആകർഷകത്വമുണ്ട്. അവസരോചിതമായ പ്രവൃത്തികളിലൂടെ എനിക്ക് ജീവിത പുരോഗതി ക്ഷിപ്രസാധ്യമായി തീരുന്നു. ഒന്നിലും ഒരു കുറവും എനിക്ക് അനുഭവപ്പെടുകയില്ല. എല്ലാ കാര്യങ്ങളിലും പുതുമയുള്ള ആശയങ്ങളും പരിശ്രമങ്ങളും ഉള്ളവനാണ് ഞാൻ. അമാനുഷിക ശക്തിയുള്ള ഞാൻ ജീവിതത്തിൽ അസുലഭ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന്റെ കൃപാകടാക്ഷം എന്നെ വലിയവനാക്കി തീർക്കും. വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധികൾ എനിക്ക് ലഭിക്കുന്നു. ഞാൻ നല്ല മനഃശക്തിയും ആത്മനിയന്ത്രണവും വാക്ചാതുര്യമുള്ളവനുമാണ്. ഞാൻ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരാളല്ല. എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ആലോചനാപൂർവം ചെയ്യുന്നതിനാൽ ഒരു കാര്യത്തിലും എനിക്ക് തെറ്റുപറ്റുകയില്ല. എനിക്ക് വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യമുണ്ടായിരിക്കും. എന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം കണ്ടെത്തുന്നു. ഞാൻ അതിബുദ്ധിമാനായ മനുഷ്യനാണ്. എങ്കിലും എന്റെ ബുദ്ധി നേർവഴിക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. നയപരമായി സംസാരിക്കുവാനും തന്ത്രപൂർവ്വം ഇടപെടുവാനും ഉള്ള കഴിവ് എനിക്ക് സ്വതവേ ലഭിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. പരാജയം എന്ന പദം എനിക്ക് അന്യമാണ്. അത് എന്നോട് അടുത്തു വരികയില്ല. ചെറിയ താഴ്ചകൾ ഉണ്ടായാൽ തന്നെ ഞാൻ അതിനെ അതിവേഗത്തിൽ തരണം ചെയ്ത് മുന്നോട്ടു പോകും. എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താനുള്ള കഴിവ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വിജയിച്ചു മുന്നോട്ടു പോകുന്നു. അസാമാന്യ ധൈര്യശാലിയും ആത്മവിശ്വാസമുള്ളവനുമാണ് ഞാൻ. ശത്രുവിന്റെ ബലം കണക്കിലെടുക്കാതെ ഞാൻ ശത്രുവിനെ ആക്രമിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ നിമിത്തം ഞാൻ മഹാശക്തിയുള്ളവനായി മാറുന്നു. വീണ്ടും വിചാരം ഇല്ലാതെ ഞാൻ കാണിക്കുന്ന ഈ അസാമാന്യ ധീരത കണ്ട് ശത്രു വിരണ്ടുപോകും. അതുതന്നെയാണ് എന്റെ വിജയരഹസ്യവും. ഞാൻ കർമ്മനിർണം കാര്യനിർവഹണ ശേഷിയുള്ളവനുമാണ്. ഞാൻ പറയുന്നത് തന്നെയായിരിക്കും എല്ലാവർക്കും നിയമം. മേലധികാരികൾ വരെ എന്നെ കണ്ടു ഭയപ്പെടും. ജീവിതത്തിൽ പരാജയത്തിന്റെ രുചി എന്തെന്ന് അറിയാൻ എനിക്ക് ഇടവരുന്നില്ല. ഞാൻ നല്ലവണ്ണം പ്രസംഗിക്കുന്നവനും പ്രഭാഷണം നടത്തുന്നവനുമാണ്. ലാവണ്യവും മാധുര്യവുമായി സംസാരിക്കുവാനും കഴിവുള്ളവനാണ്. ഞാനുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല. നല്ല വാഗ്മി ആയതുകൊണ്ട് എനിക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകും. മറ്റുള്ളവരെ അനുസരിക്കുവാൻ അതിസമർത്ഥനാണ്. എന്റെ വാക്കുകളിലൂടെ പ്രസരിക്കുന്ന ഊർജ്ജസ്വലത കേൾവിക്കാരെ എന്റെ അനുഭാവികളാക്കി മാറ്റുന്നു. ഭാവന സിദ്ധിയും സൗന്ദര്യവും സാമർത്ഥ്യമുള്ള ഞാൻ സർവ്വദാ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ബുദ്ധി കൊണ്ട് ദുർവിധിയെ കീഴ്പ്പെടുത്തുന്നവനാണ് ഞാൻ. ദൈവാധീനം എന്നെ വലിയവനാക്കി മാറ്റും. ഞാൻ പൊതുരംഗത്ത് പ്രഥമ ഗണനീയനും പ്രധാനിയും പ്രമാണിയുമായി തീരും. ഒരു നല്ല നേതാവായി തീരാനുള്ള വ്യക്തിപ്രഭാവം എന്റെ രൂപത്തിലും സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലും പ്രവർത്തന ശൈലിയിലും ഉണ്ടായിരിക്കും. മികച്ച സുഖസൗകര്യങ്ങളിൽ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഏതു കാര്യത്തിലും നേതൃത്വ പാടവം എനിക്കുണ്ട്. നേതൃസ്ഥാനം എന്നെ തേടി ഇങ്ങോട്ട് വരുന്നതാണ്. മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. എന്റെ അതിരുകവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥയും ആത്മസ്ഥൈര്യവും ആദർശനിഷ്ഠയും ശത്രുക്കളെ പോലും എന്നെ അനുകൂലിക്കുന്നവരും ആദരിക്കുന്നവരും ആക്കി തീർക്കും. ഞാൻ വളരെ ആലോചിച്ചു മാത്രമേ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഇറങ്ങിത്തിരിച്ച കാര്യം പരിപൂർണമായ വിജയത്തിലെത്തിക്കാതെ ഞാൻ പിന്മാറുകയില്ല. ഞാൻ വിശേഷബുദ്ധിയുള്ളവൻ ആകയാൽ ഗഹനമായ വിദ്യകൾ എനിക്ക് വേഗം കൈവശമാക്കാൻ കഴിയും. വിദ്യകളിൽ അവഗാഹം നേടാൻ കഴിവുള്ളവനാണ് ഞാൻ. അനീതിയും അക്രമവും അധർമ്മവും കണ്ടാൽ ഈറ്റപ്പുലിയെ പോലെ ചീറി പ്രതികരിക്കും. എന്നിരുന്നാലും വികാരങ്ങളെ വിവേകപൂർവ്വം നിയന്ത്രിച്ച് വേഗം ശാന്തനാകും. ഗൃഹഭരണത്തിൽ ഞാൻ വൈഭവമുള്ളവനാണ്. എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താൻ എനിക്ക് കഴിവുണ്ട്. പ്രവർത്തനങ്ങളിൽ ഞാൻ മുൻകൈയെടുക്കുന്നത് മൂലം അധ്യക്ഷസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നു. കാഴ്ചയിൽ ഞാൻ ഗാംഭീര്യമുള്ളവനാണ്. വിരിഞ്ഞ മാർവിടവും വിസ്താരമേറിയ നെറ്റിത്തടവും വിശാലമായ കണ്ണുകളും എനിക്കുണ്ട്. എല്ലാ കാര്യങ്ങളും വേണ്ടവിധം മനസ്സിലാക്കി മുൻകരുതലോട് കൂടി ജീവിക്കുന്നതിനാൽ ജീവിതകാലം മുഴുവനും എനിക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. ഞാൻ ഒരു ബഹുമുഖ പ്രതിഭയായതിനാൽ ഞാൻ ഏർപ്പെടുന്ന കാര്യത്തിൽ എല്ലാം അഭിവൃദ്ധി ഉണ്ടാകും. ഞാൻ അതിവേഗം ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു.
നല്ല പെരുമാറ്റം കൊണ്ട് കീഴ് ജീവനക്കാരുടെ സ്നേഹാദരവുകളും മേലധികാരികളുടെ അഭിനന്ദനങ്ങളും എനിക്ക് ലഭിക്കും. ഒരു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ അധികം താമസിക്കാതെ ഉപേക്ഷിച്ച ഉദ്യോഗത്തേക്കാൾ ഉയർന്ന ഉദ്യോഗം എന്നെ തേടി എത്തുന്നതാണ്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എല്ലാറ്റിനെയും ജയിക്കുന്ന ദൈവഭക്തിയാണ് എന്റെ വിശ്വാസത്തിന്റെ ആധാരം. ഞാൻ വിരോധികളെ പോലും വശീകരിച്ച് ക്ഷണത്തിൽ വിധേയനാക്കാൻ ബിരുദുള്ളവനാണ്. എനിക്ക് എന്റെ മനസ്സിലുള്ളത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള കൗശലം വശമാണ്. ഞാൻ അതിവേഗം പ്രശസ്തനായി തീരും. എനിക്ക് അതിവേഗം സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയും. ഞാനെപ്പോഴും പ്രസന്നവദനനായി കാണപ്പെടുന്നു. വളരെ കൗശലപൂർവ്വം പ്രതികൂല ചിന്താഗതിക്കാരെയും വേഗത്തിൽ വടകി കയ്യിലെടുക്കും. ഞാൻ അങ്ങോട്ട് ചെന്ന് ആരെയും ആക്രമിക്കുകയില്ല, ഇങ്ങോട്ട് വന്നാൽ വിടുകയുമില്ല. അതുകൊണ്ട് എന്നെപ്പറ്റി വളരെ മതിപ്പുണ്ടായിരിക്കും ജനങ്ങൾക്ക്. ഞാൻ വളരെ ആകർഷകത്വമുള്ള ഒരു വ്യക്തിത്വമാണ്. സൗമ്യമായ പെരുമാറ്റമാണ് എനിക്കുള്ളത്. മറ്റുള്ളവരുടെ മനസ്സിന് വേദന തട്ടും വിധത്തിൽ ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല. എല്ലാവർക്കും സ്വാന്തനമരുളുന്ന വാക്കുകൾ മാത്രമായിരിക്കും ഞാൻ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ സംഭാഷണങ്ങളിൽ എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർ അറിയാതെ വന്നുപോകും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ മുൻകൂർ അവരോട് ക്ഷമിച്ചുകൊണ്ട് മാത്രമായിരിക്കും സംഭാഷണം ആരംഭിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർ എത്ര വേദന തട്ടും വിധം സംസാരിച്ചാലും അവരോട് ക്ഷമിക്കുവാനും അവരെ തിരിച്ച് വേദനിപ്പിക്കാതിരിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകൾ മാത്രം പറയുവാനും എനിക്ക് സാധിക്കും. നിർത്താനുള്ള അടയാളം ഞാൻ ഉദാരമനസ്കനായ ഒരാളാണ്. ഞാൻ ശുദ്ധഗതിക്കാരനാണെങ്കിലും ആർക്കും എന്നെ കബളിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ സന്തുഷ്ടിയോടും സംതൃപ്തിയോടും കൂടി ജീവിതം നയിക്കും. ഞാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടും സ്നേഹാദരവോടും ഒത്തൊരുമയോടും കൂടി പ്രവർത്തിക്കും. എനിക്ക് വളരെ വേഗം പൊതുജനപ്രീതി ആർജിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ പ്രകൃത്യ സൗമ്യശീലനം കൽപ്പനാവൈഭവവും ഉള്ളവനുമാണ്. കാൽപ്പനിക സൗന്ദര്യം എന്റെ ഹൃദയത്തെ കൂടുതൽ ആകർഷിക്കുന്നു. ഭാവനാലോകത്തിലും സാങ്കല്പിക ലോകത്തിലും വിഹരിക്കുവാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. ഞാൻ അടിയുറച്ച ഒരു ഈശ്വര ദൈവവിശ്വാസിയാണ്. പരോപകാര തൽപരത കൂടുതലായിട്ട് എനിക്കുണ്ട്. എന്നാൽ ഞാൻ പ്രത്യുപകാരം ആരിൽ നിന്നും പ്രതീക്ഷിക്കില്ല. വളരെയേറെ മാനസിക ഗുണങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ. വാചോവിലാസം കൊണ്ട് ഞാൻ ആരെയും ആകർഷിച്ചിരുന്നു. ഏതു കാര്യവും ചിന്തിച്ചും സംസാരിച്ചും പ്രവർത്തിച്ചും ഉറപ്പിക്കുവാൻ ഞാൻ വളരെ സാമർഥ്യമുള്ളവനാണ്. ഞാൻ പൂർണ്ണമായ ജീവിത വിജയം സിദ്ധിക്കുന്നതാണ്. ഞാൻ ചമൽക്കാരമായി സംസാരിക്കുന്നത് കൊണ്ട് ഏത് മേഖലയിലും എനിക്ക് വിജയിക്കാൻ കഴിയും. മിതമായി പഥ്യമുള്ള ആഹാരം ശീലിക്കുന്നതിനാൽ എനിക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നു. ഐശ്വര്യപൂർണമായ ജീവിതം സുനിശ്ചിതമായി എനിക്ക് ലഭിക്കും. എനിക്ക് ഉയർന്ന ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ സമൂഹത്തിൽ പല സാമൂഹിക പരിവർത്തനങ്ങളും കൊണ്ടുവരും. ഏറ്റവും അധികം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവനും ഞാൻ തന്നെ. എനിക്കെപ്പോഴും പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും നന്ദിയുടെയും വാക്കുകളാണ് പറയാനുള്ളത്. സ്വാർത്ഥ മോഹം വെടിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ എല്ലാവരുടെയും ആരാധ്യനായി തീരുന്നതാണ്. ദുരാഗ്രഹങ്ങൾ ജീവിതത്തിൽ വെടിഞ്ഞ് സംശുദ്ധമായ ജീവിതം നയിക്കുന്നതിനാലും മറ്റുള്ളവർക്ക് ഞാനൊരു മാർഗദർശിയായി തീരുന്നതാണ്. എനിക്ക് സ്വതന്ത്രമായ ഒരു ജീവിതമാണുള്ളത്. എനിക്ക് എന്റെ സാധ്യതകളും സ്വന്തം കഴിവും കരുത്തും അറിയാവുന്നതുകൊണ്ട് അന്യരുടെ ഉപദേശം കൂടാതെ തന്നെ തീരുമാനമെടുത്തു പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. എല്ലാവരുടെയും പ്രശംസക്കും ആദരവിനും ഞാൻ പാത്രീഭൂതനാകും. എനിക്ക് എല്ലായ്പ്പോഴും അചഞ്ചലമായ ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും ഉണ്ട്. ഏതു കാര്യത്തിനും എനിക്ക് ഒരു അടുക്കും ചിട്ടയും അച്ചടക്കവും ഉണ്ടായിരിക്കും. മറ്റേതിനേക്കാളും അധികം ഗുണവിശേഷങ്ങളെ ഞാൻ മാനിക്കുന്നു. ശത്രുക്കളെ എനിക്ക് ഭയമില്ല. പരാജയത്തെ മരണത്തെക്കാൾ ഭയാനകമായി ഞാൻ കാണുന്നു. ഞാനൊരു അഭിമാനിയാണ്. കുറുക്കു വഴികളിൽ കൂടി ഉത്കർഷം പ്രാപിക്കാൻ ഞാൻ നോക്കുകയില്ല. അഭ്യസിച്ച വിദ്യകളും അറിവുകളും അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. അസലായെന്ന് കാണിക്കുന്ന ചിഹ്നം ഏത് സാഹചര്യത്തിലും ആത്മസംയമനം പാലിക്കുവാനും ആത്മവിശ്വാസം വളർത്താനും ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞുമാറി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു ദുർവിധിയെ അതിജീവിക്കുവാനും ഉത്കർഷം പ്രാപിക്കുവാനും എനിക്ക് സാധിക്കും. അസലായെന്ന് കാണിക്കുന്ന ചിഹ്നം ഉന്നത സ്ഥാനങ്ങളിൽ ഭരണതന്ത്രജ്ഞനായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ധനത്തെക്കാൾ അധികം സ്ഥാനമാനങ്ങളാണ് എനിക്ക് പ്രധാനം. സ്ഥിരോത്സാഹം കൊണ്ട് ഞാൻ വേഗത്തിൽ ഉന്നത പദവികളിൽ എത്തിച്ചേരും. ഞാൻ രാജ്യത്തിന്റെ നന്മയ്ക്കും ജനക്ഷേമത്തിനും ഉതകുന്ന ഉപദേഷ്ടാവായി തീരും. എല്ലാ പ്രവൃത്തികളിലും നീതിനിഷ്ഠയും ധർമ്മബോധവും പ്രകടമായി കാണാം. വാർദ്ധക്യകാലത്തും സുഖവും സുഭിക്ഷവും ആയ ജീവിതവും മാന്യയും ഉന്നത പദവിയും ലഭിക്കും. ഞാൻ സ്പഷ്ടമായ ചിന്തകൾ ഉള്ളവനാണ്. ഏത് പ്രവൃത്തികളിലും എനിക്ക് സാമർഥ്യമുള്ളവനാണ്. ഞാൻ വിശ്വവിജ്ഞാനവും അനുഭവജ്ഞാനവും വളർത്തിക്കൊണ്ടുവരുന്നതിനാൽ എനിക്ക് പ്രൗഢി നിറഞ്ഞ ഒരു ജീവിതമാണ് ഉള്ളത്. സത്യനിഷ്ഠയും സ്ഥിരോത്സാഹവും ആത്മധൈര്യവും കുശാഗ്ര ബുദ്ധിയും എനിക്ക് കൂടുതലായിട്ടുണ്ട്. ഏത് സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ എനിക്ക് വളരെ നിസ്സാരമായി സാധിക്കുന്നതാണ്. സൗമ്യമായും സൗമനസ്യത്തോടും കൂടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയില്ല. ആലോചിച്ചു മാത്രം കാര്യങ്ങൾ പറയുന്നതിനാൽ തെറ്റ് പറ്റുകയില്ല. അനുഭവ പരിചയവും ലോക പരിചയവും കൊണ്ട് കർക്കശ സ്വഭാവത്തിൽ അയവ് വരുത്തി സംസാരിക്കുന്നതാണ്. സൗമ്യ സൗഹൃദ സംഭാഷണം പരിശീലനത്തിലൂടെ നേടിയെടുക്കും. ആർദ്രതയുള്ളവനും എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടുന്നവനുമാണ് ഞാൻ. ഏതു കാര്യവും പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിവുണ്ട്. എനിക്ക് നല്ല ഓർമ്മശക്തിയുമുണ്ട്. അധികാരം എന്റെ കയ്യിൽ കിട്ടിയാൽ ഏത് ശക്തമായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സമൂല പരിവർത്തനം തന്നെ സൃഷ്ടിച്ചെടുക്കും. ഒരു നല്ല മനുഷ്യനായി തന്നെ ലോകം എന്നെ നോക്കിക്കാണും.
എന്റെ ജീവിതം ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നാൽ തന്നെയും അതിനെയെല്ലാം ജയിച്ച് വിജയശ്രീലാളിതനായി തീരും. സങ്കീർണമായ പ്രശ്നങ്ങളെ ദൈവകൃപ കൊണ്ടും ബുദ്ധി കൊണ്ടും നേരിടും. സാമർത്ഥ്യവും പക്വത കൊണ്ടും എല്ലാം പരിഹരിക്കും. അധികം പ്രശ്നങ്ങളില്ലാത്ത സ്വച്ഛമായ ജീവിതമായിരിക്കും എനിക്കുണ്ടാവുക. എനിക്ക് സ്വാഭാവികമായി തന്നെ എല്ലാ കാര്യത്തിലും നല്ല ശേഷിയും ക്ഷമയും ഉണ്ടായിരിക്കും. എന്റെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ധനസമ്പാദനം വളരെ അനായാസമായി എനിക്ക് കഴിയും. ഞാൻ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ശ്രേഷ്ഠ ജീവിതം നയിക്കും. എതിരാളികളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പെരുമാറും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എനിക്ക് ഉയർന്ന പദവികൾ ലഭിക്കും. രാഷ്ട്രീയത്തിലും സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ പ്രാവീണ്യം നേടും. പാണ്ഡിത്യവും ഭാവനയും എന്നിൽ സമ്മേളിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പ്രസാദം വദനത്തിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ഉള്ള എന്റെ സമ്പർക്കം എല്ലാവർക്കും പ്രിയങ്കരമായിരിക്കും. ഞാൻ സൗന്ദര്യമുള്ളവനും സൗന്ദര്യ ആരാധകനുമാണ്. എനിക്ക് ആയുർദൈർഘ്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും. വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ച ഞാൻ സ്വയപ്രയത്നം കൊണ്ടും ദൈവാധീനം കൊണ്ടും ഉന്നത പദവികളിൽ എത്തിച്ചേരും. എല്ലാ ജനങ്ങളുമായി നല്ല സമ്പർക്കം പുലർത്തും ഞാൻ. എല്ലാവരെയും സ്വാധീനിക്കാനുള്ള നയതന്ത്രജ്ഞത എനിക്ക് ജന്മസിദ്ധമാണ്. ഞാൻ നയശാലി ആയതുകൊണ്ട് ജയശാലിയായി തീരും. മറ്റുള്ളവർക്ക് വളരെ നാളത്തെ ആലോചനകൾക്ക് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എനിക്ക് നിമിഷം നേരം കൊണ്ട് കിട്ടുന്നതാണ്. ആശങ്കയും അപകർഷതാബോധവും എനിക്കുണ്ടാവുകയില്ല. ചാഞ്ചല്യവും ചാപല്യവും എനിക്കില്ല. പ്രലോഭനത്തിൽ ഞാൻ തീരെ വശപ്പെടില്ല. വലിയ അധ്വാനം കൂടാതെ പണമുണ്ടാക്കാനുള്ള ബുദ്ധി കൗശലം എനിക്കുണ്ട്. എന്റെ ബുദ്ധി വൈഭവം എന്റെ തന്നെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. തന്നെ പൊറ്റാതെ ധർമ്മമില്ലെന്ന തത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും. എത്ര കടുത്ത ദ്രോഹം ചെയ്തവർക്കും ഞാൻ മാപ്പ് കൊടുക്കും. ഒരു തരത്തിലുമുള്ള പരാജയം എനിക്ക് സംഭവിക്കുകയില്ല. ബുദ്ധിപൂർവമായ പ്രവർത്തനം മൂലം എത്ര വലിയ വിവൽഘട്ടത്തെയും ഞാൻ തരണം ചെയ്യും. ദൈവത്തിന്റെ സഹായം അതിന് എനിക്ക് എപ്പോഴും ഉണ്ടാകും. ഐശ്വര്യമുള്ള മുഖവും പ്രകാശിക്കുന്ന കണ്ണുകളും ആരെയും വശീകരിക്കുന്ന നോട്ടവും പുഞ്ചിരിയും എനിക്കുണ്ട്. ജനസ്വാധീനം എനിക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഉന്നത പദവികളിൽ എത്തിച്ചേരും. ഞാൻ ജയ ജീവിതം നയിക്കുന്നവനായി ഭവിക്കും. ഞാൻ വളരെ ആകർഷകത്വമുള്ള ഒരാളാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ എനിക്ക് വേഗത്തിൽ കഴിയും. തോൽവിക്കും പരാജയത്തിനും എന്റെ ജീവിതത്തിൽ സാധ്യത വളരെ കുറവാണ്. വിജയം വരിക്കും വരെ പരിശ്രമിക്കുന്നവനാണ് ഞാൻ. ക്ഷമയും സഹനശക്തിയും എന്റെ കൂടപ്പിറപ്പുകളാണ്. ഞാൻ എല്ലായ്പ്പോഴും ചിരിച്ച മുഖത്തോടും പ്രസാദകരമായ മുഖത്തോടും കൂടിയിരിക്കുന്നവനാണ്. ഭംഗി വാക്കുകൾ പറഞ്ഞ് ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവനാണ്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ആവശ്യങ്ങൾ താൽപ്പര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കും. ഞാൻ സൗന്ദര്യവും ശക്തിയും ഉള്ളവനാണ്. വാസനാദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നിലേക്കു ആകർഷിക്കപ്പെടും. എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ളവനായി നടക്കും. എടുപ്പുള്ള മൂക്കും സമൃദ്ധമായ മുടിയും എനിക്കുണ്ട്. എന്റെ പല്ലുകൾ നിരപ്പുള്ളതും ഉറപ്പുള്ളതുമാണ്. എന്റെ കവിളുകൾ വെളുത്തു തൊടുത്തതും ആകർഷകത്വമുള്ള മാംസളങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ്. കാന്തശക്തിയുള്ള ആകർഷണമുള്ള നീണ്ട കണ്ണുകളാണ് എനിക്കുള്ളത്. നല്ല പൊക്കവും പുഷ്ടിയുള്ള ശരീരമാണ് എന്റേത്. ഞാൻ വാർദ്ധക്യം എത്തിയാലും സൗന്ദര്യത്തിന് ഒരു വാട്ടമോ കോട്ടമോ ഉണ്ടാവുകയില്ല. എനിക്കെപ്പോഴും എന്റെ ഹൃദയത്തിൽ നല്ല ശക്തിയും സന്തോഷവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അടക്കവും ഒതുക്കവുമുള്ള നല്ല സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. ആരെയും എന്റെ വശത്തിലാക്കി കാര്യലാഭം ഉണ്ടാക്കാൻ സമർത്ഥനാണ് ഞാൻ. ഉന്നതമായ ആശയങ്ങളും അഭിപ്രായങ്ങളും എനിക്കുണ്ടായിരിക്കും. ഞാൻ ഫലിതങ്ങൾ സംസാരിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും. ഞാൻ എപ്പോഴും സന്തുഷ്ട മാനസനായി കാണപ്പെടും. പ്രശസ്തിയും പണവും എന്നെ തേടിയെത്തും. സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ആയിരിക്കും എനിക്കുണ്ടാവുക. വിനയവും ശാന്തതയും സൗമ്യയും കാരുണ്യവും ഉള്ളവനാണ് ഞാൻ. സൗഭാഗ്യകരമായ ദാമ്പത്യ ജീവിതം എനിക്കുണ്ടാകും. നല്ല തന്റേടവും ചുറുചുറുക്കും ഉള്ളവനാണ് ഞാൻ. അടിയുറച്ച വിശ്വാസത്താൽ അല്പം പോലും ഇടർച്ചയോ പതർച്ചയോ പറ്റാതെ ഉറച്ച കാൽവെപ്പോടെ ഞാൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറും. എല്ലാവർക്കും ഞാനൊരു പ്രിയങ്കരനായിരിക്കും. മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ എന്നെ വിശ്വാസപൂർവ്വം മേലധികാരികൾ ഏൽപ്പിക്കും. ആ വിശ്വാസത്തിന് അനുസരണമായി ഞാൻ നിശ്ചിത സമയത്ത് തന്നെ കൃത്യങ്ങൾ ശുഷ്കാന്തിയോട് കൂടി നിർവഹിക്കും. എനിക്ക് കാര്യസിദ്ധിയും വിജയലബ്ധിയും വന്നുചേരും. ഞാനൊരു ശുദ്ധാത്മാവും വിശ്വസ്തനുമാണെന്ന് എന്നെ കാണുന്ന മാത്രയിൽ തന്നെ ജനങ്ങൾ മനസ്സിലാക്കും. എന്റെ എളിയ വസ്ത്രധാരണത്തിൽ പോലും വശ്യയും അഴകുമുണ്ടായിരിക്കും. ഞാൻ സഞ്ചാരപ്രിയനാണ്. എഴുത്തുകലയിലും എനിക്ക് പ്രിയമുണ്ട്. വിശ്വവിജ്ഞാനം സമ്പാദിക്കുന്നതിൽ എനിക്ക് അതീവ താല്പര്യമുണ്ട്. സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഞാൻ പ്രശസ്തനായി തീരും. നല്ല നിലയിലുള്ള വിവാഹ ജീവിതം എനിക്ക് വന്നുചേരും. ഗാഢമായി ചിന്തിച്ച ശേഷമേ ഞാനൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. ഞാൻ അഗാധവും സാന്ദ്രവും ആയ സ്വഭാവത്തോട് കൂടിയവനും തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവനുമാണ്. നീതിബോധത്തോടും സത്യസന്ധയോടും കൂടി മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾക്ക് അനുസരണമായി മാത്രമേ ജീവിതം നയിക്കുകയുള്ളൂ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ക്ഷമാശീലവും സഹനശക്തിയും മാനസിക പക്വതയും ബുദ്ധി ചാതുര്യവും എനിക്കുണ്ടായിരിക്കും. പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം എനിക്ക് പൊരിഞ്ഞ വിജയം തന്നെ ഉണ്ടാകും. പൊതുജന സേവന താൽപര്യവും സത്യസന്ധയും നീതിനിഷ്ഠയും എനിക്കുണ്ട്. സ്ഥിര പരിശ്രമം കൊണ്ട് ഞാൻ സമ്പത്തുണ്ടാക്കും. മിതവ്യയ ശീലത്തിന്റെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും. മിതവ്യയത്തിന്റെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ഏതു ദുഃഖവും ഞാൻ സഹിക്കും. എന്റെ കാലം കഴിഞ്ഞാലും എന്റെ പേര് നിലനിൽക്കണമെന്ന വിചാരമുള്ളവനാണ് ഞാൻ. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കും.
തീവ്രമായ മനോഗതിയും അസാധാരണമായ പ്രവർത്തന ശൈലിയും എനിക്ക് ജന്മസിദ്ധമാണ്. സ്ഥിരവിശ്വാസവും മനോധൈര്യവും കൊണ്ട് ഞാൻ വിജയിക്കും. സ്നേഹം കൊണ്ടല്ലാതെ എന്നെ അനുസരിപ്പിക്കാൻ പ്രയാസമാണ്. എനിക്ക് ഏതു കാര്യത്തിലും അപൂർവമായ യുക്തികൾ തോന്നും. പരാജയങ്ങളെ ഞാൻ വകവെക്കാറില്ല. എന്തും സഹിക്കാനുള്ള മനോബലം എനിക്കുണ്ട്. സ്വയം ഉത്തേജിതനായി തീരുവാനും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാനും ഊർജ്ജസ്വലരാക്കുവാനുള്ള ഉപദേശങ്ങൾ എന്റെ കൈവശമുണ്ട്. ഏതെങ്കിലും രംഗത്ത് നിന്ന് ഞാൻ പിന്മാറുന്നത് പരാജയഭീതി കൊണ്ടോ ഭീരുത്വമായിരിക്കുകയില്ല. പൂർവാധികം കരുത്ത് ആർജിക്കാൻ മാത്രമായിരിക്കും അത്. എന്റെ മനസ്സിന് ഇണങ്ങിയവർക്ക് ഞാൻ എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നു. ഏത് എതിർപ്പുകളെയും ഞാൻ അതിജീവിക്കും. അതിനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട്. ഉയർന്ന ലക്ഷ്യങ്ങൾ ഉള്ളവനാണ് ഞാൻ. സുഖസുഭിക്ഷമായ ജീവിതം എനിക്ക് ലഭിക്കും. ഞാൻ സൽപ്രവൃത്തികൾ കൊണ്ട് സൽപ്പേര് സമ്പാദിക്കും. ഞാൻ ബുദ്ധി വൈഭവം ഉള്ളവനാണ്. എന്റെ പെരുമാറ്റങ്ങൾ ബുദ്ധിപൂർവമായതും നയതന്ത്രപരവുമായിരിക്കും. ഞാൻ ശാന്ത സ്വഭാവക്കാരനും സമാധാനകാംക്ഷിയുമാണ്. സാവകാശം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷമേ ഏതു കാര്യത്തിലും ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് ഏതു കാര്യത്തിലും ഞാൻ വിജയിക്കുന്നു. ഞാൻ സ്ഥിരോത്സാഹമുള്ളവനാണ്. കാൽ വലിച്ചു വെച്ച് പോകുന്നതിനേക്കാൾ ചുവടുറപ്പിച്ചു പോകുവാനാണ് എനിക്കിഷ്ടം. മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ ആത്മാഭിമാനം ഉള്ളവനും ആത്മവിശ്വാസം ഉള്ളവനുമാണ്. ഞാൻ ആത്മസംയമനം ഉള്ളവനും ആത്മജ്ഞാനം ഉള്ളവനുമാണ്. ഞാൻ നല്ലൊരു വ്യക്തിത്വമാണ്. ഫലിതം തുളുമ്പുന്ന സംഭാഷണം കൊണ്ട് ഞാൻ ആരെയും ആകർഷിക്കും. ധാരാളം ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കും. ഞാൻ സുഖസമൃദ്ധമായ ജീവിതം നയിക്കും. ജനങ്ങൾ എന്നെന്നും ഓർക്കത്തക്ക വിധം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചതിനു ശേഷമേ ഞാൻ കാലധർമ്മം പ്രാപിക്കുകയുള്ളൂ. അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ എന്നെ നേർവഴിക്ക് നയിക്കും. ഞാൻ ബഹുമുഖ പ്രതിഭയും വ്യക്തിപ്രഭാവമുള്ളവനുമാണ്. എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് ഞാൻ പാത്രീഭൂതനായാകും. എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം മാത്രമേ ഇടപെടുകയുള്ളൂ. എന്റെ ജീവിത സായാഹ്നം സംതൃപ്തവും സമാധാനപൂർണവുമായിരിക്കും. ഞാൻ വക്രത അറിഞ്ഞുകൂടാത്ത ഒരു ശുദ്ധഗതിക്കാരനാണെങ്കിലും എന്നെ ആർക്കും ചതിയിൽ അകപ്പെടുത്താൻ സാധ്യമല്ല. എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ ഞാൻ വേഗത്തിൽ നേടിയെടുക്കും. ഞാൻ സുഖസമൃദ്ധമായ ജീവിതം നയിക്കും. ഉന്നത നിലയിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടാകും. പ്രതിബന്ധങ്ങളെ സാഹസപൂർവ്വം തരണം ചെയ്തു പുരോഗതി പ്രാപിക്കും. വിധിയുടെ അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതോടെ സ്ഫുടം ചെയ്തെടുത്ത പൊന്നു പോലെ ഞാൻ പുറത്തുവരും. തിരിഞ്ഞുപോലും നോക്കാതിരുന്നവർ വഴിയെ വന്നു വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. ധീരസാഹസ്യതയിലൂടെ നീതിപാലനം നടത്തി വീരചക്രം വരെ നേടാൻ എനിക്ക് സാധിക്കും. ആർദ്ര ഹൃദയം ഉള്ളതുകൊണ്ട് ആശ്രയിച്ച് എത്തുന്നവർക്ക് ഞാൻ ഒരു അഭയമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും എനിക്ക് പ്രത്യേക ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. വളരെ വേഗത്തിൽ ഞാൻ ഉന്നതി പ്രാപിക്കും. ഞാൻ മനസ്ഥൈര്യമുള്ളവനാണ്. എനിക്ക് സൂക്ഷ്മജ്ഞാനവും അഗാധമായ ചിന്താശീലവുമുണ്ട്. അഗാധമായ ചിന്തകളും കരുത്തുറ്റ ആശയങ്ങളുമാണ് എനിക്കുള്ളത്. നവീനമായ ആശയങ്ങൾ എപ്പോഴും മനസ്സിൽ ഉയർന്നുവരും. ഞാൻ വാർദ്ധക്യത്തിലും യൗവനത്തിന്റെ പ്രസരിപ്പോടെ ജീവിക്കും. ഞാൻ എല്ലാവർക്കും ഒരു വിജ്ഞാനദീപമായി പ്രകാശിക്കുന്നതാണ്. എല്ലാ നന്മകളും മേന്മകളും നിറഞ്ഞ ഒരു ജീവിതം എനിക്ക് കൈവന്നു ചേരും. മഹാബുദ്ധിശാലിയായ എനിക്ക് ധനസമ്പാദനം മാർഗങ്ങൾ വളരെ സുഗമമാണ്. എന്റെ ആശയങ്ങളും ആദർശങ്ങളും ആലോചനകളും സ്വയം നിറവേറ്റി മറ്റുള്ളവർക്ക് മാതൃകയായി തീരും. പുതിയ ധനാഗമന മാർഗങ്ങൾ പെട്ടെന്ന് ബുദ്ധിയിൽ തെളിഞ്ഞുവരും. തീവ്രമായ ഉത്കർഷിച്ച എനിക്കുണ്ട്. ആരെയും ആകർഷിക്കാനുള്ള സിദ്ധിവിശേഷങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്ന ഏതു കാര്യത്തിലും വിജയമകുടം ചൂടും. എനിക്ക് സാഹിത്യ രചനാ വൈഭവമുണ്ട്. ലഘുവായ പ്രയത്നം കൊണ്ട് വിപുലമായി സമ്പാദിച്ചു കൂട്ടുവാനുള്ള വിദ്യ എനിക്ക് വശമാണ്. അപ്രതീക്ഷിതമായി വരാൻ സാധ്യതയുള്ള ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെടും. ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന വെളിപ്പാടുകൾ അനുസരിച്ച് അപകട സാധ്യതകളിൽ നിന്നും തെന്നി മാറും. ദൈവത്തിൽ നിന്നും വെളിപാടും ദർശനവും കാഴ്ചപ്പാടുകളും ലഭിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എന്നോട് കൃത്യവും വ്യക്തവുമായി സംസാരിക്കുന്നു. ഏതു കാര്യവും ആഴത്തിൽ അന്വേഷിച്ച് അറിയാനുള്ള അസാധാരണമായ ബുദ്ധിശക്തി എനിക്കുണ്ട്. എനിക്കെപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ട്. ഞാൻ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളെല്ലാം പൂർത്തിയാക്കും. ഞാൻ പറയുന്ന വാക്കിന് എതിർവാക്ക് പറയുവാൻ ആരും മുതിരുകയില്ല. എന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. പേരും പെരുമയും എന്നെ തേടിയെത്തും. എന്റെ വിനയവും താഴ്മയും സൗമ്യയും നല്ല പെരുമാറ്റങ്ങളും എല്ലാവരെയും എന്നിലേക്ക് ആകർഷിപ്പിക്കും. എന്റെ കഴിവുകളും അറിവുകളും പ്രായോഗികമാക്കാനുള്ള ആത്മധൈര്യവും മനോധൈര്യവും എനിക്കുണ്ട്. എന്റെ ലൗകിക ജീവിതം സുഖസമൃദ്ധമായിരിക്കും. എനിക്ക് അപ്രതീക്ഷിതമായ ധനാഗമനങ്ങൾ ഉണ്ടാകും. വലിയ പ്രയത്നം കൂടാതെ ഉന്നത നിലയിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കും. ഞാൻ വളരെ സാമർത്ഥ്യശാലിയാണ്. അറിവും വിജ്ഞാനവും വിദ്യയും വിവേകവും എന്റെ കൈവശമുണ്ട്. അത് ആവശ്യമുള്ളപ്പോൾ അതാസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുവാൻ എനിക്കറിയാം. എനിക്ക് സമ്പാദ്യശീലമുണ്ട്. ധനം എന്റെ കയ്യിൽ നിന്നും പാഴായി പോവുകയില്ല. സന്തുഷ്ടവും കെട്ടുറപ്പുള്ളതുമായ കുടുംബജീവിതം ഞാൻ നയിക്കും. എനിക്ക് ദൈവഭക്തിയും വേദാന്ത ജ്ഞാനവുമുണ്ട്. എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളിൽ ബുദ്ധിപൂർവ്വം സമാശ്വാസം കണ്ടെത്തും. ഏത് പ്രശ്ന സങ്കീർണമായ കുഴപ്പങ്ങളിൽ നിന്നും കരകയറുവാൻ എനിക്ക് അസാമാന്യമായ മനസ്സാന്നിധ്യമുണ്ട്. എന്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ആത്മാഭിമാന ബോധവും ദൈവാനുഗ്രഹവും എന്നെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. ന്യായത്തിന്റെ പക്ഷത്തുനിന്ന് കൊണ്ട് നീതി നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും. പല നല്ല അത്ഭുതങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിക്കും. സമൂഹമധ്യത്തിൽ എനിക്ക് നിലയും വിലയും ഉണ്ടാകും. ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവുകയില്ല. പരോപകാരിയും കർത്തവ്യ ബോധവുമുള്ള എനിക്ക് സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു വരും.
വാക്സാമൃദ്ധ്യം ഉപയോഗിച്ച് ശത്രുക്കളിൽ പോലും സ്വാധീനം ചെലുത്തുവാൻ എനിക്ക് കഴിയും. കുടുംബ സൗഖ്യം പൂർണ്ണമായും ലഭിക്കും. ഞാൻ സാമർത്ഥ്യമുള്ളവനാണ്. സ്വയം ചിന്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. വാക്ക് വൈഭവം കൊണ്ട് ഞാൻ ആരെയും ആകർഷിക്കും. ഞാൻ ദാനശീലം ഉള്ളവനും ഉദാരമതിയുമാണ്. കുടുംബ അംഗങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും എനിക്ക് സന്തോഷിക്കുവാൻ വക ഉണ്ട്. എപ്പോഴും ഭാഗ്യം എന്റെ ഭാഗത്താണ്. ഒഴിയാതെ എന്റെ കയ്യിൽ പണം വന്നുകൊണ്ടിരിക്കും. ഏത് നല്ല കാര്യത്തിനും ഉത്സാഹമുള്ള മനസ്സാണ് എനിക്കുള്ളത്. സകല വിജയങ്ങളും നേടുവാനുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലും വിജയശ്രീലാളിതനായി തീരും. ഈ അഫർമേഷൻ 21 ദിവസങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും പറയുക. ഇത് പറയുവാൻ 20 മിനിറ്റ് സമയം ആവശ്യമാണ്. നിങ്ങളുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത്ഭുതകരവും അസാധാരണവുമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നതാണ്. മറ്റുള്ളവരും അത് നിങ്ങളോട് പറയാൻ തുടങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അഫർമേഷൻസ് ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ എന്നെ അറിയിക്കാൻ മടിക്കരുത്. എന്റെ മൊബൈൽ നമ്പർ 790 കോടി 71,67,566.